ഇടുക്കി ജില്ലയിലെ അതിമനോഹരമായിട്ടുള്ള ഒരു ഹിൽ സ്റ്റേഷനിലാണ് ഞാൻ ഇന്നുള്ളത്. സ്വർഗം പോലെ പാഞ്ചാലിമേട്. അപ്പോ ഇന്നത്തെ പാഞ്ചാലിമേടിലെ വിശേഷങ്ങളാണ്. കാണാം. പ്രവേശന കവാടം തുറന്നിട്ടിരിക്കുകയാണ് കേട്ടോ. മനോഹരമായ ഈ കൽവരികളൊക്കെ ചവിട്ടി ഉള്ളിലേക്ക് കയറി. ഇതേ കയറുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. അപ്പൊ ടിക്കറ്റ് എടുത്തതിന് ശേഷം വേണം കേട്ടോ നമ്മൾ ഇങ്ങോട്ട് കടക്കാനായിട്ട്. ഇങ്ങോട്ട് കടക്കുമ്പോ തന്നെ ഒരു സ്വർഗീയമായ അനുഭൂതിയാണ് നമുക്ക് തോന്നണേ. ഹോ, ഇവിടുന്ന് കാണുമ്പോ ഉണ്ടല്ലോ ഒരു കൊട്ടാരത്തിന്റെ ഒരു ദൂരക്കാഴ്ച പോലെയുണ്ട് കാണാൻ. അവിടെ ഒരു ആനക്കുട്ടിയുടെ തുമ്പിക്കൈയിൽ നിന്ന് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല രസമുണ്ടല്ലേ. ശരിക്കും ഈ ആനനെ കാണുമ്പോൾ ഒറിജിനൽ ആന നിൽക്കുന്ന ഒരു ഫീലാണ് കേട്ടോ. മുന്നിൽ ചെന്ന് നോക്കട്ടെ. ആഹാ, ഇന്ന് കുറച്ചൊരു വെള്ളം എടുത്താലോ നമുക്ക്. അച്ചോടോ, ആനയുടെ അടുത്ത് പോകാൻ പേടിയാ ഇവിടെ. ഓക്കെ, നല്ല രസമുണ്ട്. ശരിക്കും ഒട്ടും ആർട്ടിഫിഷ്യാലിറ്റി ഇല്ല കേട്ടോ. ഇത് ആരാ പണിതേന്ന് അറിയില്ല, എങ്കിലും ആൾക്ക് നല്ലൊരു കയ്യടി കൊടുക്കണം. അത്രയും ഒറിജിനാലിറ്റിയാണ്. ഇത് കല്ലിൽ തന്നെ കൊത്തിയതാണോ എന്ന് നോക്കട്ടെ കേട്ടോ. കല്ലിൽ കൊത്തിയതാണോ അതെങ്ങനെ തിരിച്ചറിയാന്നറിയില്ല. സിമെന്റിലാണോ കല്ലിലാണോ എന്ന് പിടുത്തില്ലെങ്കിലും സാധനം ജിങ്കലാലയാണ്. ആ കണ്ണൊക്കെ നോക്കിയാൽ ശരിക്കും നമ്മളെ നോക്കുന്ന പോലെയാ തോന്നുക. ചെവിയും കുഞ്ഞു കൊമ്പല്ല, വലിയ കൊമ്പാ. വെള്ളം വന്നുകൊണ്ടിരിക്കുക. നല്ല രസമുണ്ട്. ഹോ, എന്തൊരു രസാന്നറിയോ, പറയാൻ വയ്യ. കാണ തന്നെ വേണം. ഈ കൽപ്പടം നിന്നുള്ള ഈ കാഴ്ച അതിമനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ. അവിടെ ഉണ്ട് ഒരു ആന. അപ്പൊ ഈ കൽപ്പടവിന് രണ്ട് സൈഡിലായിട്ട് ആനയുണ്ട്. അത് കൊള്ളാലോ. അച്ചോടാ, പെട്ടെന്ന് ഈ ആനേനെ ആരും ശ്രദ്ധിക്കില്ല കേട്ടോ. നമ്മൾ കടന്നു വരുമ്പോ ഈ ആനേനെയാ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ ഇവിടെ വന്ന് നിൽക്കുമ്പോ ഈ ആനകളെയും കാണാം. ഒരു രക്ഷയില്ല കേട്ടോ. ഇതെന്തേ ഞാൻ ഇതിനു മുമ്പ് കാണാണ്ട് പോയെന്നാ ഞാനിതൊക്കെ ആലോചിക്കണം ഇപ്പോ. പിന്നെ ഈ പാഞ്ചാലിമേട് എന്ന് പറയുമ്പോ തന്നെ ഒരു കൗതുകം തോന്നുന്നില്ലേ? ഈ പേരെങ്ങനെ ഈ സ്ഥലത്തിന് വന്നേന്നൊക്കെ നമുക്ക് തോന്നണില്ലേ? അപ്പൊ അതിന് നമ്മുടെ പുരാണോ ഐതിഹ്യമായിട്ടൊക്കെ ഒത്തിരി ബന്ധമുണ്ട്. വനവാസകാലത്ത് പഞ്ചപാണ്ഡവന്മാര് പാഞ്ചാലിയൊത്ത് ഇവിടെയാണ് വന്ന് താമസിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു സ്ഥലത്തിന് പാഞ്ചാലിമേട് എന്ന് പേര്. ഇപ്പൊ മനസ്സിലായില്ലേ? ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും ഒരു പണ്ടത്തെ ഫീലാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷെ ഇതൊക്കെ പുതിയ നിർമ്മിതികളാണ്. അപ്പോൾ ആ ഒരു ഫീല് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു പണിത രീതിയും കാര്യങ്ങളൊക്കെ നമുക്ക് വളരെയധികം അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ ഇനി ഇതേ മുകളിലായിട്ട് കൽമണ്ഡപം ഉണ്ട്. ഇനി കൽമണ്ഡപത്തിലെ കാഴ്ചകൾ നമുക്കൊന്ന് കണ്ടാലോ. നല്ല വട്ടത്തിലാണ് കേട്ടോ ഇത് ചുറ്റിനെ ഇങ്ങനെ ഉണ്ടാക്കിയേക്കണേ. കൽപ്പടവ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് കൽമണ്ഡപമാണ്. രണ്ട് സൈഡിലും ഇരിക്കാനായിട്ട് ഇരിപ്പിടങ്ങളുണ്ട്. അപ്പൊ രണ്ട് സൈഡിലായിട്ട് അത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്കിങ്ങനെ ഇരുന്നിട്ട് ഈ വ്യൂ ആസ്വദിക്കാം. അതിനുമുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. അത് കുറച്ചും കൂടി നല്ല രസമുണ്ട് കേട്ടോ. വേറൊരു വൈബാണെന്ന് പറയാം. ഒത്തിരി തൂണുകളുണ്ട് കേട്ടോ. ഒത്തിരി തൂണുകളോട് നിർമ്മിച്ചിട്ടുള്ള കൽമണ്ഡപമാണ്. ഉള്ളിലായിട്ട് ഒരു കഫറ്റേരിയ ഉണ്ട്. പിന്നെ വാഷ്റൂം ഫെസിലിറ്റീസും ഉണ്ട് ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക്. ഇതൊക്കെ ഫീല് വരണ ഓരോ പാട്ടുകൾ. ആഹാ, നോക്കിയേ, ഇതിലൊക്കെ എല്ലാ തൂണുകളിലും സെയിം ആയിട്ടുള്ള ഒരു എന്താ പറയുക ഡിസൈനാണ് കേട്ടോ. ഇവര് കൊത്തി വെച്ചിരിക്കുന്നത് സെയിം ആണ് എല്ലാ തൂണുകളും. അങ്ങ് ദൂരെ നോക്കിയേ മലനിരകള്. എന്ത് രസാന്നറിയോ ഇവിടെ നിന്ന് കാണാനായിട്ട്. പിന്നെ ക്ലൈമറ്റ് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. എന്തൊരു ചൂട് ഉള്ള ക്ലൈമറ്റിൽ നിന്നാണെന്നറിയോ ഇവിടെ വന്നത്. പക്ഷെ എന്തൊരു കുളിർമയാണെന്നറിയോ. അപ്പോൾ ഈ മനോഹരമായിട്ടുള്ള ഈ കൽപ്പടവിൻ്റെ ഉള്ളിലെ ക്യൂട്ടായിട്ടുള്ള ഒരു കഫറ്റേരിയ നടത്തണ ചേച്ചിയാണിത്. നമുക്ക് ചേച്ചിയുടെ എക്സ്പീരിയൻസ് നമുക്കൊന്ന് അറിഞ്ഞാലോ. എങ്ങനെയാണ് ചേച്ചി ഇതെടുത്ത് റൺ ചെയ്യണത്? നമ്മൾ DTPCയുടെ പിന്നെ കൊട്ടേഷൻ എടുത്ത് ചെയ്യുക. അങ്ങനെയാണ്. ഓക്കെ. ഇതിപ്പോ എത്ര വർഷമായി ചേച്ചി? ഞങ്ങളിപ്പോ 3ാമത്തെ വർഷമാണ്. എങ്ങനെയുണ്ട് ഇവിടെ ഒരു എക്സ്പീരിയൻസ്? നല്ല അടിപൊളിയല്ലേ, പാഞ്ചാലിമേടല്ലേ, എന്നിട്ട് അതിൻ്റെതായ ഒരു നല്ല സുന്ദരമായിട്ടുള്ള സ്ഥലത്താണ് ഇരിക്കുന്നത്. എങ്ങനെയുള്ള ആൾക്കാരുകളാണ് കൂടുതലും വരുന്നത്? ചെറുപ്പക്കാരുണ്ട്, പ്രായമായവരുണ്ട്. എല്ലാവർക്കും വന്നു കഴിഞ്ഞാൽ നല്ല വൈബല്ലേ പാഞ്ചാലിമേട് എന്ന് പറഞ്ഞാൽ. ആസ്വദിക്കാൻ പറ്റിയ വൈബ്. ഏത് സമയത്ത് വന്നാലും ഒരു തണുത്ത കാറ്റ്. പിന്നെ ഇവിടെ ഇരുന്ന് എല്ലാവരും വരുന്നു. പിന്നെ ചായ, കാപ്പി,
പിന്നെ ഒരു പുണ്യസ്ഥലമായിട്ടല്ലേ ആൾക്കാർ കണക്കാക്കുന്നത്. പഞ്ചപാണ്ഡവന്മാര് വനവാസകാലത്ത് ഇവിടെ താമസിച്ചിരുന്നു എന്നുള്ളത് തന്നെയാണ് പാഞ്ചാലിമേടിന്റെ ഐതിഹ്യം പറയുന്നത്. ഐതിഹ്യമായിട്ടും റിലേറ്റഡ് ആണ്. പാഞ്ചാലി കുളിച്ചുകൊണ്ടിരുന്ന കുളം, പിന്നെ അവര് വിശ്രമിക്കാനിരുന്ന കല്ല്, പിന്നെ ഒരു പാറയുണ്ട്, ഒരു ആനപ്പാറ എന്നാണ് ഇതിന് പറയുന്നത്. അത് ഒരു ആനയായിരുന്നു. അപ്പോൾ ഇവര് വിശ്രമിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആനയിലൂടെ വന്നപ്പം അത് ശപിച്ച് അത് പാറയായി പോയെന്നാണ്. അങ്ങനെയാണ് ആ പാറയെ ആനപ്പാറയെന്ന് വിളിക്കുന്നത്. അത് ശരി. ഒത്തിരി കാര്യങ്ങളുണ്ട് അപ്പോ അല്ലേ? ഇവിടെ ചേച്ചി ഷോപ്പിൽ എന്തൊക്കെയാണ് കൊടുക്കുന്നത്? ഷോപ്പില് നമുക്ക് ചായയുണ്ട്, കാപ്പിയുണ്ട്, ചെറുകടികളുണ്ട്, പഴംപൊരിയും ബീഫ്, ഓംപ്ലേറ്റ്, നൂഡിൽസ്, ബ്രെഡ് ഓംപ്ലേറ്റ്. അത്യാവശ്യം പാഞ്ചാലിമേട്ട വന്നു കഴിഞ്ഞാൽ ആരും വിശന്ന് പോകേണ്ടതായിട്ട് വരുന്നില്ല. വിശന്നല്ല, അത്യാവശ്യമല്ല, ഒരു ഫാമിലി വന്നാൽ പോലും അവർക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാം. ഫുഡ് ഉണ്ട്, ടോയ്ലറ്റ്, വാഷ്റൂം സൗകര്യങ്ങളുണ്ട്. അപ്പൊ എല്ലാം അടിപൊളിയാണ് ഇവിടെ. പിന്നെ അത് കൂടാതെ ഞാൻ ഇവിടുത്തെ കണ്ടല്ലോ ചേച്ചി, സ്പൈസസ് ഒക്കെ ഉണ്ടല്ലോ. സ്പൈസസ് ഉണ്ട്. പിന്നെ നമുക്ക് ഇതുണ്ടായിരുന്നു, ഇതിന്റെ കൂടുതൽ ചക്കവറുത്ത് ഉണ്ടായിരുന്നു. അതിപ്പം ഫിനിഷ് ആയിട്ടിരിക്കുകയാണ്. ഇതെല്ലാം നമ്മൾ തന്നെ ചെയ്യുന്നതാണ്. സ്പൈസസ് എങ്ങനെയാണ്? ഇവിടുത്തെ തന്നെ സാധനങ്ങളാണിത്. കുരുമുളക്, പിന്നെ ഗ്രാമ്പു, ഏലക്ക, ഇതെല്ലാം ഇവിടുത്തെ തന്നെ സാധനങ്ങളാണ്. സോപ്പുകളൊക്കെ? സോപ്പ് ഇത് നാച്ചുറൽ ആയിട്ട് ഹാൻഡ് മെയ്ഡ് ആണ്. ഇത് നമ്മുടെ എണ്ണയൊക്കെ തലയില് ഇതില് എണ്ണ വെച്ചിട്ട് നമ്മുടെ തലയിൽ വെക്കുന്നതാണ്. മുടി കൊഴിച്ചില്, താരന്, തലയ്ക്ക് തണുപ്പ്, മുടി വളരാന് ഇവിടെ വന്നാൽ തന്നെ ഒരു തണുപ്പാണ്. അപ്പൊ ഇപ്പൊ ചേച്ചി ഇപ്പൊ ഒരു 3 വർഷത്തോളമായി അല്ലേ? 3 വർഷത്തോളമായി. അങ്ങനെ അപ്പൊ നല്ല ഇവിടെ നിന്ന് റൺ ചെയ്യാൻ തന്നെ നല്ല രസമാണല്ലേ? ഇവിടെ ഇരുന്ന് നമുക്ക് ഇവിടെ ആളില്ലേ പോലും നമുക്ക് ഇവിടെ വന്നിരുന്ന നല്ല സുഖം, മനസ്സിന് നേരം പോയിക്കോളും. എത്ര മണി തൊട്ട് എത്ര മണി വരെയാണ് ചേച്ചി? രാവിലെ 6 മണിക്ക് ഇവിടെ ഓപ്പൺ ആവും. പിന്നെ വൈകിട്ട് 7 മണി വരെ. 6:30 വരെ പാസ് ഉണ്ട്. അത് കഴിഞ്ഞ് 7 മണിയാകുമ്പോൾ റിട്ടേൺ. നമ്മുടെ കഫറ്റേരിയയും ഈ സമയം തന്നെയാണ് പ്രവർത്തിക്കുന്നത്? കഫറ്റേരിയ നമുക്ക് പിന്നെ ഇതെല്ലാം പണിയെല്ലാം തീർത്ത് ക്ലോസ് ചെയ്തിട്ട് ഞങ്ങൾ പോകുള്ളൂ. അല്ല പിന്നെ നമുക്ക് പണി പിന്നെ ബാലൻസ് കിടക്കുമല്ലേ, രാവിലെ വരുമ്പോൾ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതെ വരും. ചേച്ചി മാത്രമാണ് ഇവിടെ ഉള്ളത്? വേറെ ഏതെങ്കിലും സ്റ്റാഫ്? ഇല്ല, ഞങ്ങൾ രണ്ടുപേരും, ഹസ്ബൻഡും ഉണ്ട്, രണ്ടുപേരായിട്ടാണ്. മാർക്കറ്റിൽ പോയതാ. പിന്നെ അവധി ദിവസങ്ങളിൽ സ്റ്റാഫ് ഉണ്ട്. നിങ്ങൾ കൂടാതെ സ്റ്റാഫ് കൂടാതെ വേറെ 2-3 സ്റ്റാഫ് വരും. ഏത് സമയത്തായിരിക്കും കൂടുതലും തിരക്ക് വരണ സമയം? ഇവിടെ തിരക്കെന്ന് പറഞ്ഞാൽ അവധി ദിവസങ്ങളിലെല്ലാം തിരക്കാണ്. ആണോ? ഇനിയിപ്പോ വെക്കേഷൻ ടൈമും കൂടി ആയി. ഇന്നലെ സൺഡേ സാറ്റർഡേ തിരക്കായിരുന്നു. ഇനിയിപ്പോ ഈ സമയത്ത് ഇപ്പൊ ഇച്ചിരി ആള് കുറഞ്ഞ പിള്ളേർക്ക് എക്സാം, പിന്നെ മുസ്ലിംസിനെ ക്രിസ്ത്യൻസിനെ ഒക്കെ നോയമ്പായോണ്ടാണ് ഇപ്പൊ ഇച്ചിരി ആശ്വാസം നമ്മള് കാണുന്നുണ്ട് കേട്ടോ, ആൾക്കാർ വന്നു പോകുന്നുണ്ട്. അപ്പൊ എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ചേച്ചിക്ക്. ഇവിടെ ഹാപ്പിയാണ്, ഫാമിലി ആയിട്ട് തന്നെയാണ് അവള് റൺ ചെയ്യണതും. അപ്പൊ ഒത്തിരി സന്തോഷം ചേച്ചിനെ കാണാൻ സാധിച്ചു. ഇവിടെ ഞങ്ങൾ നല്ല അടിപൊളി ഏലക്ക ചായ കുടിച്ചു കേട്ടോ. അപ്പൊ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തോളാം വരുവാണെങ്കിൽ. ഇനിയപ്പോൾ നമ്മുടെ മുകളിലാണ് എല്ലാ കാഴ്ചകളിലും. അപ്പം മേട്ടിലേക്ക് പോവാണ് കേട്ടോ. മേടിലേക്കുള്ള യാത്രയാണ്. ഇനി അതിൻ്റെ കാഴ്ചകൾ കാണാം. ഞാൻ ദേ ഒരു ബബിളൊക്കെ വാങ്ങിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്, മുകളിൽ പോയിട്ട് ഇങ്ങനെ ഊതി കളിക്കാനായിട്ട്. ഇപ്പോഴും ആൾക്കാരുകൾ വരണുണ്ട് കേട്ടോ. ഈ കാലാവസ്ഥ നിങ്ങളൊന്ന് നോക്കിയേ, നട്ടപ്ര വെയിലെന്ന് പറയും. ഏകദേശം 12:30 ആയിട്ടുണ്ട്. പക്ഷെ വെയിലുണ്ടെങ്കിലും നല്ല കുളിർമയാണ്. അതാണ് ഇവിടുത്തെ പ്രത്യേകത. വേനൽക്കാലത്ത് ട്രക്കിംഗ് ഒക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. മുകളിൽ നമുക്കൊന്ന് പോയിട്ട് നോക്കാം. പിന്നെ മഴ സമയത്ത് ഈ ഒരു കൊട്ട മഞ്ഞായിരിക്കും എന്നാണ് പറയുന്നത്. അത്രയ്ക്ക് കട്ടമഞ്ഞ്, കൊട്ടയല്ല കോടമഞ്ഞ് എന്നൊക്കെ പറയും, കട്ടമഞ്ഞായിരിക്കും എന്നാണ് പറഞ്ഞത്. ഈ പാഞ്ചാലിമേട് സമുദ്രനിരപ്പിൽ നിന്നും 940 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഹിൽ സ്റ്റേഷനാണ്. അപ്പം നല്ല മഴയും ഇടികൊടുക്കുള്ള സമയത്ത് ഈ ഇത്ര ഹൈസിൽ ഈ മേടിൽ വന്ന് നിൽക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഗവൺമെൻറ് അത് ഇൻഫോം ചെയ്തിട്ടുണ്ട്, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ആ സമയത്ത് നമ്മൾ ഈ ഹിൽ സ്റ്റേഷനിൽ വന്ന് നിൽക്കരുത്. മോൾ വശത്ത് ഞാൻ ഓടിപ്പോവാൻ പോവാ, വെയിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവിടെ ഒരു സാധനം ഉണ്ടല്ലോ, ലവിൻ്റെ ആകൃതിയിലൊരു ഇരിക്കണ സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്തൊരു മരവും നട്ടു വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്നേഹത്തിൻ്റെ പ്രതീകമായി ഇവിടെ ഈ ലവ് ഇരിപ്പിടമുണ്ട്. അടിപൊളി. ഇവിടെ ഒരു കുഞ്ഞു വഴിയുണ്ട് കേട്ടോ, ഒന്ന് പോയി നോക്കട്ടെ. ചെമ്പരത്തി ഒന്നും ആയിട്ടില്ല, ചെമ്പരത്തി ഒക്കെ തളർന്നിരിക്കുക. ഇതും കല്ലുകൊണ്ടാണ് കേട്ടോ സെറ്റ് ചെയ്തേക്കണേ. എന്താ ഇവിടെ ഉള്ളത് നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 41 42 43 44 45 46 47 48 49 50 51 52 53 54 55 56 57 58 59 60 61 62 63 64 65 66 67 68 69 70 71 72 73 74 75 76 77 78 79 80 81 82 83 84 85 86 87 88 89 90 91 92 93 94 95 96 97 98 99 100 101 102 103 104 105 106 107 108 109 110 111 112 113 114 115 116 117 118 119 120 121 122 123 124 125 126 127 128 129 130 131 132 133 134 135 136 137 138 139 140 141 142 143 144 145 146 147 148 149 150 151 152 153 154 155 156 157 158
ഇങ്ങനെ കുറേ മരങ്ങളൊക്കെ ചില്ലകൾ ഇങ്ങനെ ചാഞ്ഞു കിടന്ന നല്ലൊരു സ്ഥലം. അതിൽ നിന്ന് വിട്ട് ഒരു കുറച്ചും കൂടി ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം പോലെ തോന്നുന്നു. ഇരിക്കാനും ഒക്കെ ഇവിടെ ഉണ്ട് ഏരിയകള്. കുഴപ്പമില്ല. നോക്കി ഈ വേരുകളൊക്കെ നോക്കിയേ, എന്ത് മരാന്നറിയില്ല, പക്ഷെ രസമുണ്ട്. കുറച്ചേരം എന്തായാലും വന്നതല്ലേ, ഒന്നിരുന്നേക്കാം. അവിടെ താഴെയും ഉണ്ട് കേട്ടോ ഇരിക്കാൻ സ്ഥലം, മുകളിലും ഇരിക്കാം. അടിയിൽ ഈ മരങ്ങള് ഇടതൂർന്ന് നിൽക്കുന്ന ഒരു ഇടമാണ്. ഒരു ബബിള് വിട്ട് നോക്കട്ടെ. ഇവിടെ വന്നാലപ്പോൾ സ്വസ്ഥമായിട്ട് ഇങ്ങനെ ഒരു ബബിളൊക്കെ വാങ്ങുക, എന്നിട്ട് ഇങ്ങനെ മുക്കുക, എന്നിട്ട് ഇങ്ങനെ ഊതുക. ആരോ വരുന്നുണ്ട് കേട്ടോ, ടൂറിസ്റ്റുകളൊക്കെ വരുന്നുണ്ട്. ഈ സമയത്തും വരുന്നുണ്ട് ആൾക്കാരുകളൊക്കെ. ഇനി നമുക്ക് മേട്ടിൽ പോയിട്ട് ഇതൊക്കെ ഊതി കളിക്കാം. പെട്ടെന്ന് വെയിൽ വന്നു, പെട്ടെന്ന് തന്നെ വേറെ തണുപ്പ് പോയി, വെയിൽ പോയി. വെയിൽ വെള്ളം കുടിക്കാൻ പോയിട്ടുണ്ടാവും എന്ന് പറയാം. പെട്ടെന്ന് വെയിൽ വന്ന് ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെയിൽ വെള്ളം കുടിക്കാൻ പോയി എന്ന് പറയും. ആ സിപ്പ് ലൈൻ ഉണ്ട്. സിപ്പ് ലൈനിന് പോകണം. സിപ്പ് ലൈൻ കയറാനുള്ള വഴിയാണിത്. ദേ ഇവിടെ സിപ്പ് ലൈൻ ഉണ്ട്. ടിക്കറ്റ് കൗണ്ടർ ഉണ്ട് അടുത്ത് തന്നെ. 350 റുപ്പീസാണ് ഒരാൾക്ക്, 350 രൂപ. അപ്പോൾ ഈ ഇത് കണ്ടോ, ഈ അറ്റം തൊട്ട് അങ്ങ് ദൂരെ ആ അറ്റം വരെ പോവും വണ്ടി. 450 മീറ്റർ ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഇവിടെ നിന്ന് കയറുക, അവിടെ സുഖമായിട്ട് ഈ മേട്ടിലെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ സുഖമായിട്ട് പോവുക സിപ്പ് ലൈനിൽ. സിപ്പ് ലൈനിൽ അവിടെ എത്തിയ ആൾക്കാരെ പിന്നെ തിരിച്ച് ജീപ്പിലാണ് കേട്ടോ കൊണ്ടുവരുന്നത്. നമ്മൾ ഈ വെയിൽ ദേ പിന്നെയും വന്നു വെള്ളം കുടിച്ചിട്ട് വെള്ളത്തിൽ കൂടെ നടക്കുകയാണ്. പക്ഷെ അതൊരു നല്ലൊരു കാര്യമാണ് കേട്ടോ. ഇപ്പോൾ അധികം ആൾക്കാർ, കാരണം ഇപ്പോൾ ഒത്തിരി ആൾക്കാരുകൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കൊന്ന് റെസ്റ്റ് ചെയ്യാനും ഇപ്പോൾ ഒരു ഫുഡിനായാലും സ്ഥലമുണ്ട്, വാഷ്റൂം ഫെസിലിറ്റി ഉണ്ട്, ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. അങ്ങനെ ബേസിക് ആയിട്ടുള്ള എല്ലാം അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് വളരെ നല്ലൊരു കാര്യമാണ്. ദേ ദൂരെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെയും ഇവിടെയും കൽമണ്ഡപങ്ങളുണ്ട്. അതൊരു ഒന്നൊന്നര വ്യൂ ആയിരിക്കും കേട്ടോ എന്തായാലും. പ്രകൃതിയുടെ വിസ്മയം ഇതല്ലാണ്ട് എന്താണ്? എൻ്റെ പൊന്നോ, എന്താലേ ഈ കാഴ്ച! ഈ ഒരു മലയുടെ ക്യാൻവാസിൽ നമ്മൾ വന്ന് പതിഞ്ഞ പോലെയുണ്ട് ഇവിടെ നിന്ന് കാണുമ്പോൾ. പാഞ്ചാലിമേടാണ് ഈ സ്ഥലം. പക്ഷെ എനിക്കിത് സ്വർഗം മേടെന്നൊക്കെ വിളിക്കാനാ തോന്നണേ. നമ്മൾ സ്വർഗം എന്നൊക്കെ കേട്ടിട്ടല്ലേ ഉള്ളൂ. ഇതൊരു പ്രകൃതിയുടെ മടിത്തട്ടിൽ ഈ ഒരു കൽമണ്ഡപത്തിലൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ അത് സ്വർഗത്തിൽ നിൽക്കുന്ന ഫീല് തന്നെയാണ് ശരിക്കും. ആ വഴികൾ കൂടെ ആ വണ്ടി പോകുന്നതും ശരിക്കും ആ വെയിൽ വന്ന് ആ മലനിരകളിൽ നിൽക്കുമ്പോൾ ആ പച്ചപ്പിൽ ആ വെയിൽ വന്ന് നിൽക്കുമ്പോൾ ഉള്ളൊരു ഭംഗി. അങ്കനമാർ മൗലി മണി തിങ്കളാസി ചാരുശീലേ നാഗവല്ലി മനോന്മണി രാമനാഥൻ തേടും പാലേ മാണിക്യവാസക മൊഴികൾ നൽകി ദേവി. ഇവിടെ വന്ന് രണ്ടെണ്ണം അടിക്കാനോ വലിക്കാനോ വിചാരിക്കരുത്. ഗവൺമെന്റ് ഇവിടെ പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ മലനിരകളിൽ മദ്യപാനവും പുകവലിയും പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട്. അതൊരു അടിപ്പൻ നല്ലൊരു കാര്യമാണ്. കാരണം ഈ പ്രകൃതിനെ ഒരു സംരക്ഷണം കൂടി അതിൻ്റെ ഭാഗമായിട്ട് നടക്കും. നമ്മൾ പല ഹിൽ സ്റ്റേഷനുകളിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആകെ കച്ചറയായാലും മദ്യക്കുപ്പികളും കിടക്കുന്നത് കാണാറുണ്ട്. വളരെ കഷ്ടം തോന്നും, വളരെയധികം നമുക്ക് കഷ്ടം തോന്നാറുണ്ട്. അപ്പോൾ ഇതെന്തായാലും നല്ലൊരു കാര്യമാണ്. ഇനി പാഞ്ചാലിമേടിൻ്റെ ഏറ്റവും ഹയസ്റ്റ് പോയിന്റിലേക്കാണ് കേട്ടോ പോകുന്നത്. അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ ഈ കല്ല് ചവിട്ടി കയറാനായിട്ട്. എന്തായാലും നല്ല ഏതെങ്കിലും ഷൂ ഇട്ടിട്ട് വരുന്നതായിരിക്കും കൂടുതൽ സേഫ്റ്റി. നന്നായിട്ട് കലോറി ബേൺ ആവൂട്ടോ. മുകളിലേക്ക് എത്താറായി. നന്നായിട്ട് എന്തായാലും കലോറി ബേൺ ആവും. അപ്പോൾ നല്ല ഫുഡ് എന്തെങ്കിലും കഴിച്ചോ, ഒരു ചിക്കൻ ബിരിയാണി വേണമെങ്കിൽ അടിച്ചിട്ട് കയറിയാൽ മതി.
ദേ ഒരു ജിങ്കലാല ഫ്രെയിം കാണുന്നുണ്ടല്ലോ, അങ്ങോട്ട് പോവാം. ദേ അങ്ങനെ നമ്മുടെ ഫ്രെയിമിന്റെ അടുത്തെത്തി. ആയ്, ഇവിടെ നിന്ന് നോക്കാനും കാണാനൊക്കെ നല്ല രസം. ഇവിടെ ഇരിക്കാൻ പറ്റുമെന്ന് അറിയില്ല, ജസ്റ്റ് ഒന്നിരുന്ന് നോക്കാം. വൈകിട്ടാണെങ്കിൽ ഇതിലും നല്ല വ്യൂ ആയിരിക്കും, കാരണം ചൂടും വെയിലും കുറഞ്ഞു കിട്ടും. സന്ധ്യാസമയത്തൊക്കെ നല്ല രസമായിരിക്കും കാണാൻ. ഇതേതാനങ്ങുന്നുണ്ട്, ഇത് ഊഞ്ഞാലാണോ? ഇത് സ്റ്റാറ്റിക് അല്ല, ഇതിങ്ങനെ നമുക്ക് അനങ്ങാം. ഹായ്, നോക്കട്ടെ ഇത് എവിടം വരെ പോകുന്നു. നന്നായിട്ട് തള്ളണം, തള്ളുവാണെങ്കിൽ ഇത് പോയിക്കോളും. നമ്മൾ നന്നായിട്ട് ഊന്തി കൊടുക്കണം, അപ്പൊ പോയിക്കോളേ. അപ്പോ ഈ ഫ്രെയിം ചലിക്കുന്ന ഫ്രെയിമാണ്. ചലിക്കുന്ന ഫ്രെയിമിലുള്ള യാത്ര അടിപൊളി. പക്ഷേ ഇത് കുറച്ചും കൂടി ഈസി ആയിട്ട് കറങ്ങാൻ പറ്റുമായിരുന്നെങ്കിൽ. ഒരാൾ കറക്കി തരണത് ശരിക്കും, പക്ഷെ പാവം ഇപ്പം ഞാൻ തന്നെയാണ് കറക്കുന്നത്. രസമുണ്ട്. ദേ അങ്ങ് ദൂരെയുണ്ട് കാഴ്ചകൾ കാണാനായിട്ട്. നോക്കട്ടെ, പോയി നോക്കാം. കൊള്ളാം അല്ലേ? ആദ്യമായിട്ട് ഇങ്ങനെ കറങ്ങുന്ന തിരിയുന്ന ഫ്രെയിം കാണുന്നത്. നമ്മൾ കയറി വരുന്ന ഈ പോയിന്റിൽ കണ്ടോ, ഒരു സ്തൂപം പോലെ ഒരു കല്ലും വെച്ചിട്ടുണ്ട്, അതിന് താഴെയായിട്ട് ഒരു പരന്ന കല്ലും വെച്ചിട്ടുണ്ട്. ഇവിടെയായിട്ട് അത് കാണാം. അതും ചവിട്ടി എല്ലാവരും അങ്ങോട്ട് പോകുന്നുണ്ട് അറ്റത്തേക്ക്. ഇത് കണ്ടിട്ട് വീരക്കല്ല് പോലെയാണ് തോന്നുന്നത്. പണ്ട് കാലത്ത് യുദ്ധങ്ങളിൽ മരണപ്പെട്ടു പോയ യോദ്ധാക്കന്മാരൊക്കെ അടക്കം ചെയ്തിട്ടുള്ള കല്ലില്ലേ, അതുപോലെ തോന്നുന്നേ. പക്ഷെ അതിനെപ്പറ്റിയിട്ട് ഒന്നുകൂടെ എഴുതിയൊന്നും വെച്ചിട്ടില്ല. ഊതാനേ ഈ കാറ്റ് സമ്മതിക്കുന്നില്ല, കണ്ടാ? അതിനു മുമ്പേ പോയി. അത്രയും കാറ്റ് കണ്ട. അയ്യ, ഇത് പോയില്ല, അതായില്ല. കാറ്റ് കാറ്റ് കാറ്റ്. നമ്മൾ ആ കാറ്റിന് നേരെ അതിൻ്റെ ഡയറക്ഷനിൽ പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടോ, ഈ മലയിൽ കയറുമ്പോൾ കണ്ടോ, ഈ സൈഡ് ഫുൾ ഭാഗത്തിൽ അറ്റം തൊട്ട് ആ അറ്റം വരെ ഇങ്ങനത്തെ കല്ലുകളാണ്. ഇതെന്താ, വെള്ളാരം കല്ല. നമ്മൾ ഈ കത്തിയൊക്കെ മുറിച്ചു കൂട്ടാനായിട്ട് പണ്ട് കാലത്തൊക്കെ യൂസ് ചെയ്തിരുന്ന കല്ലുകളാണ്. വഴിയിലും ആയിട്ട് ഇത് നിറഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അടിയിലൊക്കെ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ മൊത്തം ശേഖരമായിരിക്കും. ഇതിൻ്റെ അടിയിൽ തപ്പി തപ്പി പോയി കഴിഞ്ഞാൽ കുറേ ഇങ്ങനത്തെ കല്ലുകളും കിട്ടും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ കാഴ്ചകൾ കാണാനുള്ള ആകാംക്ഷയുണ്ട്, പക്ഷെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മല ഇറങ്ങാൻ വയ്യ. ശരിക്കും ഇവിടെ നിന്ന് ഒരു സിപ്ലൈൻ നമ്മുടെ അടിവരെ ഉണ്ടായിരുന്നെങ്കിൽ വളരെ യൂസ്ഫുൾ ആയേനെ. മടുത്താൽ ഞാനല്ലാതെ കയറി നടക്കാൻ പോവാം, എന്താ സുഖം. ഇവിടെ മൊത്തം കല്ല, സൂക്ഷിക്കണേ, പിടിവിടരുത്. ഇങ്ങനെ പോവും. എത്ര പെട്ടെന്ന് ഇവിടെ എത്തിയാ നോക്കിയേ. അമ്പ സാർ, നമ്മുടെ ഈ പാഞ്ചാലി മേടിന്റെ ഈ സ്ഥലത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാ? പഞ്ചപാണ്ഡവര് വനവാസകാലത്ത് 12 വർഷം ഒളിവിൽ താമസിച്ചു എന്നാണ് പറയുന്നത്. ഐതിഹ്യം പറയുന്നു അത് ഇവിടെ വന്ന് താമസിച്ചു എന്നുള്ളതാണ്. അതിൻ്റെ അടയാളമായിട്ട് താഴെ ഒരു ഗുഹ ഒക്കെ ഉണ്ട് അവർ താമസിച്ചതായിട്ട്. പക്ഷേ അങ്ങോട്ട് നമുക്കിപ്പോൾ പ്രവേശിക്കാൻ പറ്റത്തില്ല. ഫോറസ്റ്റിൻ്റെ അധീനതയിലുള്ള ഒരു സ്ഥലമാണ്. അത് അവരുടെ അനുവാദമില്ലാതെ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. ഇതിപ്പോൾ ഇവിടുത്തെ ഒരു പ്രവർത്തനം എങ്ങനെയാണ് സാർ? ഇതിപ്പോൾ ഗവൺമെന്റ് ടൂറിസ്റ്റിന്റെ ഭാഗമായിട്ടുള്ള ഒരു സ്പോട്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കി. എങ്ങനെയാണ് ഇത് ഈ ഒരു ടൂറിസ്റ്റ് സ്പോട്ട് റൺ ചെയ്യുന്നത് എങ്ങനെയാണ്? രാവിലെ 6 മണിക്ക് നമ്മൾ ഓപ്പൺ ആകുന്നു. വൈകുന്നേരം 7 മണി വരെ നമ്മളിവിടെ പ്രവർത്തനമുണ്ട്. 6:30 വരെ നമ്മൾ പാസ് കൊടുക്കുന്നുണ്ട്. പാസ് വെച്ചിട്ടാണ് എല്ലാവരും പാസ് വെച്ചിട്ടാണ് കയറ്റുന്നത്. ആൾക്ക് 25 രൂപയാണ്. അതായത് കുട്ടികൾക്ക് 15 രൂപയും 60 വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്ക് 15 രൂപയാണ്. ബാക്കിയുള്ള എല്ലാവർക്കും 25 രൂപയാണ്. പ്രായം കുറഞ്ഞവർക്ക് 15 രൂപയും മനസ്സുകൊണ്ട് പ്രായം കുറഞ്ഞവർക്ക് 15 രൂപയാണ്. അതുകൊണ്ടാണ് 6 വയസ്സും 60 വയസ്സും പറയുന്നത് ഒരേ റേറ്റ് വെച്ചിരിക്കുന്നത്. അപ്പൊ ഏത് തരത്തിലുള്ള ടൂറിസ്റ്റുകളാണ് കൂടുതലും വരുന്നത്? ഇവിടെ എല്ലാത്തരം ആൾക്കാരും വരാറുണ്ട്. മുതിർന്ന ആൾക്കാരുകൾ അധികം വരാറുണ്ടോ? മുതിർന്ന ആൾക്കാരും വരാറുണ്ട്. എന്നാലും അവർ
പൊതുവെ കുറവാണ്. കൂടുതൽ ഈ ഹിൽ സ്റ്റേഷനായിട്ട് അവർക്ക് കയറാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ പിന്നെ കയറാൻ പറ്റത്തില്ലാത്ത ആൾക്കാർ വരികയാണെങ്കിൽ അവർക്ക് നമ്മൾ അവരുടെ വണ്ടി തന്നെ നമ്മൾ ഇതാക്കി കൊടുക്കുന്നുണ്ട്. അത് അവധി ദിവസങ്ങളിൽ ഒഴികെ ബാക്കിയുള്ള ദിവസങ്ങളിൽ അവധി ദിവസം നല്ല തിരക്കായിരിക്കും. പിന്നെ ഇവിടെ ഇന്ന് കാണുന്ന രീതിയിലേക്ക് ഈ ഒരു സ്പോട്ട് ഡെവലപ്പ് ആയിട്ടുണ്ടെങ്കിൽ അത് എത്ര നാൾ കൊണ്ടാണ് ഇത്തരത്തിലുള്ള? അത് 2016 ഇതിന്റെ പണികൾ ആരംഭിക്കുന്നത്. 2018 മെയ് മാസത്തിൽ ഇനാഗുറേഷൻ ചെയ്യുന്നു. 2 വർഷം കൊണ്ടാണ് പണി പൂർത്തിയാക്കി. ഇന്ന് കാണുന്ന രീതിയിൽ ഇപ്പോൾ ഉള്ളതൊക്കെ 2018 കൂടിയൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഭാവിയിൽ വേറെ പ്രൊജക്ടുകൾ വരുന്നുണ്ടോ? അവിടെ ബോട്ടിങ് ചെക്ക് ഡാം പണിയുന്നുണ്ട്. ചെക്ക് ഡാം പണിത് അത് ബോട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് പണിയുന്നത്. പിന്നെ ഗാർഡന്റെ പണി അത് ഉടനെ ആരംഭിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെയാണ് നിലവിലുള്ള പ്രൊജക്ടുകൾ അല്ലേ? അപ്പൊ ഭാവിയിൽ എനിക്ക് തോന്നുന്നു ഇതിലും കൂടുതൽ പ്രൊജക്ടുകൾ വരാൻ സാധ്യതയുണ്ട്. മാർച്ച് മാസം വരെ, ഫെബ്രുവരി മാർച്ച് മാസത്തിൽ ഇവിടെ ആൾക്കാർ തീരെ കുറവായിരിക്കും. കുട്ടികളുടെ പരീക്ഷ, അതിലെ ബാങ്കിലെ ക്ലോസിങ്ങുകൾ, അങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ തിരക്കുകൾ വളരെ കുറവായിരിക്കും. മെയ് മാസം മുതൽ നല്ല തിരക്ക് വരും. വെക്കേഷൻ ടൈം. ഈ ഒരു ദിവസം വരുന്ന ഇപ്പോൾ അത്രയ്ക്ക് തിരക്കുള്ള ദിവസങ്ങളൊക്കെ ഏകദേശം എത്ര സഞ്ചാരികളൊക്കെ ഇവിടെ വരും? ഇവിടെ ശരാശരി തിരക്കുള്ള ദിവസങ്ങളിൽ 1000-ന് മുകളിൽ ആൾക്കാർ വരുന്നു. വിദേശികൾ കുറവാണ്. സാർ, നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഏതൊക്കെ വ്യൂ പോയിന്റ്സ് നമുക്ക് കാണാൻ പറ്റുന്നതുണ്ട്? മൊത്തത്തിൽ ഈ ഒരു പിരമിഡ് എത്രത്തോളം എത്ര ഏക്കറിലാണ് നിൽക്കുന്നത്? ഏകദേശം ഒരു 200 ഏക്കറിന് മുകളിലുള്ള സ്ഥലം ഉണ്ട്. നമുക്കിവിടെ നിന്ന് കഴിഞ്ഞാൽ മകരജ്യോതി കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ നിന്ന് ആ വിളക്കിൻ്റെ ആ സമയത്ത് ഇവിടെ ഒരു ഏകദേശം 10,000 പേരുമൊക്കെ മകരജ്യോതി കാണാൻ വരുന്നുണ്ട്. പത്തനംതിട്ട, കൊല്ലം, ആലപ്പുഴ, ഇടുക്കി, പത്തനംതിട്ട, ഇത്തരം ജില്ലകൾ, പത്തനംതിട്ട, കോട്ടയം, ഈ 5 ജില്ലകളിലെ അത്രയും സ്ഥലങ്ങൾ ഏറിയ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഇത് ഓൾറെഡി ഇടുക്കി ജില്ലയാണ്. നല്ല തെളിച്ചുള്ള സമയത്ത് ആലപ്പുഴ ലൈറ്റ് ഹൗസ് അതൊക്കെ കാണാൻ പറ്റും. വ്യൂ പോയിന്റുകളായിട്ട് എന്തൊക്കെ കാണാം നമുക്കിപ്പോൾ ഇവിടുത്തെ? പരുന്തുംപാറ കാണാം. പിന്നെ ശബരിമല, അതുപോലെ നിലയ്ക്കല്, അവിടെ എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. രാത്രി കാഴ്ച അതിമനോഹരമായിരിക്കും. ഇത്തരം ജില്ലകളും കവർ ചെയ്ത് ഇത്തരം വ്യൂ പോയിന്റ്സും കവർ ചെയ്ത് ഇതൊക്കെ കാണാം. ശരിക്കും നമ്മൾ ആ വ്യൂ പോയിന്റിൽ പോയി നിന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് കാണാം. അപ്പോൾ കേരളത്തിലെ ഇത്ര ജില്ലകൾ കവർ ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ്. പാഞ്ചാലി മേടിലെ വിശേഷങ്ങൾ അപ്പോൾ അവസാനിക്കുകയാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇത്തരം സ്ഥലങ്ങളിൽ വന്ന് കാണേണ്ടത് തന്നെയാണ്. അപ്പോൾ ജിംഗലാല, ബൈ.